ഏറെ നാളുകൾക്ക് ശേഷം ഡോളറിനെതിരെയുള്ള വിനിമയ നിരക്കിൽ നേട്ടം കൊയ്ത് രൂപ. 7 മാസത്തെ ഉയർന്ന നിരക്കായ 83.78 രൂപ കുതിച്ചത്. 84.09 ശക്തമായ തുടക്കം ലഭിച്ച രൂപ 71 പൈസയുടെ നേട്ടത്തോടെ 2.5 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ഒറ്റദിന വർധന രേഖപ്പെടുത്തി. വിദേശ ഓഹരി നിക്ഷേപങ്ങളും ഡോളർ വിൽപ്പനയുമാണ് രൂപയുടെ നേട്ടത്തിനു പിന്നിലെ പ്രധാന ഘടകങ്ങൾ. ഫെബ്രുവരി 10 രേഖപ്പെടുത്തിയ 87.95 ആണ് രൂപ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം നിലവാരം. ഓഹരി, ഡെറ്റ് മേഖലകളിലെ ശക്തമായ നിക്ഷേപ ഒഴുക്കാണ് രൂപയുടെ മൂല്യവർദ്ധനവിന് കാരണം. CR ഫോറക്സ് അഡ്വൈസറിന്റെ MD അമിത് ബഭാരിയാണ് ഇങ്ങനെ പറഞ്ഞത്. US ഇന്ത്യ താരിഫ് ചർച്ചകളെ കുറിച്ചുള്ള ട്രംപിന്റെ പോസിറ്റീവ് പ്രസ്താവനകളും രൂപയ്ക്ക് അനുകൂല ഘടകമായി മാറി. 2025 മാർച്ചിൽ $84 ബില്യൺ ഷോർട്ട് പൊസിഷൻ ഉണ്ടായിരുന്നുവെങ്കിലും RB ആ ഡോളർ വാങ്ങാതെ വിദേശ പണം രാജ്യത്തേക്ക് വരാൻ അനുവദിച്ചതും രൂപയുടെ മൂല്യം ഉയർത്തുന്നതിൽ കാരണമായെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. രൂപയുടെ മൂല്യം ഉയരുന്നത് രാജ്യത്തെ സംബന്ധിച്ച് സാമ്പത്തിക മേഖലയിലെ പ്രധാന നേട്ടമാണ്. രൂപയുടെ മൂല്യം ഉയരുന്നത് രാജ്യത്തെ സംബന്ധിച്ച് സാമ്പത്തിക മേഖലയിലെ പ്രധാന നേട്ടമാണ്. വലിയ തോതിൽ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന ഒരു രാജ്യമെന്ന നിലയിൽ പ്രത്യേകിച്ചും. രൂപയുടെ മൂല്യം കുറയുമ്പോൾ ഡോളർ നിരക്കുകളിലുള്ള ഇടപാടുകളിൽ നാം കൂടുതൽ പണം ചിലവഴിക്കേണ്ടി വരും. മറിച്ച് മൂല്യം ഉയർന്നു നിൽക്കുമ്പോൾ ഡോളറിനെതിരെ നമുക്ക് ആനുകൂല്യം ലഭിക്കുന്നു. രൂപയുടെ ഈ തിരിച്ചുവരവ് നേരിയ പ്രത്യക്ഷത്തിൽ തിരിച്ചടിയാകുക പ്രവാസികൾക്കാണ്. രൂപ ശക്തിപ്പെട്ടതോടെ പ്രവാസികൾക്ക് അവരുടെ വിദേശ വരുമാനം ഇന്ത്യയിലേക്ക് അയക്കുമ്പോൾ കുറഞ്ഞ മൂല്യമാണ് ലഭിക്കുന്നത്. ഉദാഹരണത്തിന് $1000 അയക്കുമ്പോൾ മുൻപ് നാട്ടിലെ 84,000 രൂപ ലഭിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് 83,780 രൂപ മാത്രമായിരിക്കും. രൂപ കൂടുതൽ ശക്തിപ്പെട്ടാൽ ഇത് 83,000-നും താഴെയാകാം. UAE ദിർഹത്തിനെതിരെയും രൂപ ശക്തിപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ UAE ദിർഹവുമായുള്ള രൂപയുടെ വിനിമയ നിരക്ക് 22.89 ആയിരുന്നുവെങ്കിൽ ഇന്നത് 22.79 എത്തി. അതായത് ഇന്നലെ 1000 ദിർഹം അയച്ച ഒരാൾക്ക് 22,890 രൂപ ലഭിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ലഭിക്കുക 22,790 രൂപയാണ്. രൂപ ശക്തിപ്പെടുന്നതിനനുസരിച്ച് ഈ അകലം കൂടിക്കൂടി വരും. NRO, NRE അക്കൗണ്ടുകളിലൂടെ ഇന്ത്യൻ ഓഹരി, മ്യൂച്വൽ ഫണ്ട്, റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ നിക്ഷേപിക്കുന്ന പ്രവാസികൾക്ക് രൂപയുടെ മൂല്യവർധന കുറഞ്ഞ വിനിമയ മൂല്യം മൂലം ലാഭം കുറയ്ക്കുന്നു. രൂപയുടെ മൂല്യവർധന തുടരാൻ സാധ്യതയുള്ളതിനാൽ വലിയ തുകകൾ അയക്കുന്നതിന് പ്രവാസികൾ വിനിമയ നിരക്കുകൾ താരതമ്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. UPI, സ്വിഫ്റ്റ് അല്ലെങ്കിൽ ഫെൻടെക് പ്ലാറ്റ്ഫോമുകൾ വഴി കുറഞ്ഞ ചിലവിൽ പണം അയക്കാം. അതേസമയം രൂപ ശക്തമാകുന്നത് ക്രൂഡ് ഓയിൽ, ഇലക്ട്രോണിക്സ്, മറ്റ് അവശ്യ ഇറക്കുമതികളുടെ ചിലവ് കുറയ്ക്കുകയും കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ മൂല്യം ലഭിക്കാനും ഇടയാക്കുന്നു. വിദേശ നിക്ഷേപ ഒഴുക്ക് വർദ്ധിക്കുന്നത് ഇന്ത്യൻ ഓഹരി വിപണിയെ ശക്തിപ്പെടുത്തുന്നത് വിപണിയിൽ നേട്ടമുണ്ടാക്കുന്നതാണ് മറ്റൊരു അനുകൂല ഘടകം. അതേസമയം പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമപാത നിരോധിച്ച പാകിസ്ഥാന്റെ നടപടി പ്രവാസികൾക്ക് തിരിച്ചടിയാകുന്നതും മറ്റൊരു ദുരിതമാണ്. ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് ചിലവ് ഏറുമെന്നതിനാൽ ടിക്കറ്റ് നിരക്ക് കൂട്ടിയേക്കും. നാട്ടിലേക്ക് കൂടുതൽ പേർ വരാനിരിക്കുന്ന സീസൺ വരെ പാകിസ്ഥാൻ യാത്രാ നിരോധനം തുടർന്നാൽ പ്രതിസന്ധി വർദ്ധിക്കും. മെയ് 23 വരെയാണ് ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് പാകിസ്ഥാൻ വ്യോമപാത നിരോധിച്ചിട്ടുള്ളത്. എയർ ഇന്ത്യ, ഇൻഡിഗോ തുടങ്ങി ഇന്ത്യൻ വിമാന കമ്പനികളെയാണ് ഇത് ബാധിക്കുക. അതേസമയം ഇത്തിഹാദ് എയർവേസ്, ഖത്തർ എയർവേസ്, എമിറേറ്റ്സ് തുടങ്ങി GCCയിലെ വിമാന കമ്പനികൾക്ക് യാത്രാ വിലക്കില്ല. അതുകൊണ്ട് തന്നെ പുതിയ അവസരം വിദേശ വിമാന കമ്പനികൾക്ക് നേട്ടമാകും.